എല്ലാവർക്കും മിന്നു ടോക്സിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ നാളായി ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട്. എല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ജപ്പാനിൽ തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റേതായിട്ടുള്ള ജലദോഷമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടുത്തെ വാർഡ് ഓഫീസിൽ പോവുകയാണ്. നമ്മുടെ മൈ നമ്പർ കാർഡ് മേടിക്കാൻ വേണ്ടിയിട്ട്. ജപ്പാനിലെ എല്ലാവർക്കും ഓരോ നമ്പറുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ ആധാർ കാർഡൊക്കെ പോലെ തന്നെ ഇവിടുത്തെ ഐഡൻറ്റിഫിക്കേഷൻ കാർഡാണത്. അപ്പം എൻ്റെയും ചാച്ചൻ്റെയും മൈ നമ്പർ കാർഡ് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഇവിടുത്തെ വാർഡ് ഓഫീസിൽ പോവുകയാണ്. നമുക്ക് അവിടുന്ന് നമ്മുടെ മൈ നമ്പർ കാർഡ് മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ലിപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് വേണം നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാനായിട്ട്. ചാച്ചൻ രാവിലെ ഓഫീസിലോട്ട് പോയി. എൻ്റെ ഷിഫ്റ്റ് ഇപ്പം സ്റ്റാർട്ട് ആവുന്നേ ഉള്ളൂ. അപ്പം അതിന് മുന്നേ എനിക്ക് അവിടെ പോയിട്ട് നമ്മുടെ കാർഡ് മേടിക്കണം. അപ്പോൾ ഇന്ന് നമുക്ക് വാർഡ് ഓഫീസിൽ പോയിട്ട് കാർഡൊക്കെ മേടിച്ച് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. എനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും അങ്ങനെ കറക്റ്റായിട്ട് അറിയത്തൊന്നുമില്ല. പിന്നെ മാപ്പ് ഇട്ട് തന്നെയാണ് എല്ലായിടത്തും പോവാറ്. ഞാൻ മാപ്പ് ഇട്ട് നോക്കിയപ്പോഴത്തേക്കും ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു സൈക്കിളിൽ പോവാം. അങ്ങനെ വീടൊക്കെ ലോക്ക് ചെയ്ത് ഞാൻ ഇറങ്ങി. ശരിക്കും നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇവിടെ വീടൊന്നും ആരും ലോക്ക് ചെയ്യാറില്ല. പിന്നെ ഞാൻ ചുമ്മാ പൂട്ടേന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. സൈഡിൽ കാർ പാർക്കിംഗ് ഉണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് സൈക്കിളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ദിവസത്തെ കാറ്റിന് കുറേ സൈക്കിളൊക്കെ താഴെ വീണിട്ടുണ്ട്. ഇതിൽ ഈ വൈറ്റും യെല്ലോ ആണ് ഞങ്ങളുടെ സൈക്കിള്. കഴിഞ്ഞ ദിവസം ഞാൻ ഇതും കൊണ്ട് പോയപ്പോഴത്തേക്കും ഇതിൻ്റെ ടയർ പഞ്ചറായി. അപ്പം ഞാൻ വിചാരിച്ചു മറ്റേ സൈക്കിൾ എടുത്ത് പോകാമെന്ന്. ഇവിടെ സൈക്കിൾ ഓടിക്കുന്നവർക്കും നടന്നു പോകുന്നവർക്കൊക്കെ പോകാനായിട്ട് സെപ്പറേറ്റ് പാത്ത് വേ ആണ്. പിന്നെ ഈ കാണുന്നതാണ് ട്രയൽ മാർട്ട്. ഇത് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റാണ്. ഞങ്ങളിവിടെ ഇടയ്ക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട്. അങ്ങ് ദൂരെ ഒരു ടവർ പോലെ ഇരിക്കുന്ന ബിൽഡിംഗ് ഉണ്ടോ, അതാണ് വാർഡ് ഓഫീസ്. അങ്ങനെ ഞാൻ അവിടെ എത്തി എൻ്റെ സൈക്കിളൊക്കെ പാർക്ക് ചെയ്ത് വാർഡ് ഓഫീസിലോട്ട് കയറി. നമ്മളൊരു ആവശ്യത്തിനായിട്ട് ഇങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും നമ്മളെ അസിസ്റ്റ് ചെയ്യാനായിട്ട് അവിടുന്ന് ഒരാൾ കാണും. നമുക്കെല്ലാം മനസ്സിലായി, നമ്മുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ അവരവിടുന്ന് പോകത്തുള്ളൂ. കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ കാർഡ് കിട്ടി. പിന്നെ ഇവിടെ വെൻഡിങ് മെഷീൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഫീഡിങ് റൂമുണ്ട്, പിന്നെ പ്ലേ ഏരിയ ഉണ്ട്, അങ്ങനെ എല്ലാ സൗകര്യമുണ്ട്. അങ്ങനെ നമ്മുടെ ഐ ഡി കാർഡൊക്കെ കിട്ടി വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴി ഒരു കൺവീനിയൻസ് സ്റ്റോർ ഉണ്ട്, അവിടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. കൺവീനിയൻസ് സ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് പെട്ടെന്ന് ആവശ്യപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഒരു 2 കിലോമീറ്ററൊക്കെ അകലത്തിൽ ഇതേപോലെ കൺവീനിയൻസ് സ്റ്റോർസ് കാണും. ഇവിടെ അത്യാവശ്യപ്പെട്ട ഒട്ടുമിക്ക സാധനങ്ങളും കിട്ടും. അതായത് ഫുഡ് ഐറ്റംസ്, സ്റ്റേഷനറി ഐറ്റംസ്, ഡിറ്റർജൻസ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിളാണ്. എനിക്കിഷ്ടപ്പെട്ട ചോക്ലേറ്റ് കുക്കീസും മേടിച്ചിങ്ങോട്ട് പോന്നു. പിന്നെ നമ്മൾ പോകുന്ന വഴി ഒരു കോയിൻ ലോണ്ട്രി ഉണ്ട്. കോയിൻ ലോണ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ബൾക്കായിട്ട് ഡ്രസ്സൊക്കെ അലക്കാനുണ്ടെങ്കിൽ നമുക്കിവിടെ വന്ന് കോയിൻ ഇട്ട് അലക്കാം. ഇത് വാഷിംഗ് മെഷീൻ, ഇതിൻ്റെ അപ്പുറത്ത് ഡ്രയർ ഉണ്ട്. ഇപ്പം നമ്മൾ വിൻ്ററിൻ്റെ സീസണൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഡ്രസ്സൊന്നും ഉണങ്ങത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ ഉണക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ വീടെത്താറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ സൈക്കിളൊക്കെ പാർക്ക് ചെയ്ത് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഞാൻ തിരിച്ചെത്തി വീട്ടിൽ. എൻ്റെ മൈ നമ്പർ കാർഡ് കിട്ടി, പക്ഷേ ചാച്ചയുടെ മൈ നമ്പർ കാർഡ് കിട്ടിയില്ല. കാരണം അവനവൻ്റെ കാർഡ് മേടിക്കണമെങ്കിൽ അവനവൻ തന്നെ പോകണം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ എൻ്റെയും മേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നു. ചാച്ചയുടെ കാർഡ് മേടിക്കാനായിട്ട് ഞാൻ വേറൊരു ഡേറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല വെയിലായിരുന്നു അങ്ങോട്ട് പോകുന്ന വഴിക്ക്. അപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ പോയി. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.